അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാം ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നാലാമത്തെ പാഠമായ എലോങ് ദ മോഷൻ എന്നുള്ള പാഠമാണ്. ആ എലോങ് വിത്ത് ദ മോഷനിൽ നമ്മൾ ഫോഴ്സ് ആൻഡ് മോഷൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ എക്സാമ്പിളെല്ലാം നോക്കിക്കഴിഞ്ഞു. അത് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ, പാർട്ട് 1 എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം, ഫോഴ്സ് ആൻഡ് മോഷൻ. നമ്മൾ എക്സാമ്പിളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫോഴ്സ് ആൻഡ് മോഷൻ എന്തെന്ന് നോക്കാം. We can move object at rest by applying force. അതായത് we can move object at rest by applying force. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു സാധനം, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് മൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. We can also change the state of motion of a body to a state of rest by applying force. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് നിർത്താനായിട്ട്, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടത്തി നമുക്ക് റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ, അതായത് നിർത്താനായിട്ടും നമുക്ക് എന്ത് കഴിയും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ കഴിയും. വി അപ്ലൈ ഫോഴ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. അതായത് നമുക്ക് ഇപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണ്, നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാനായിട്ടും കഴിയും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഇനി മൂന്നാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. അതായത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ, അതിൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ട് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്തൊക്കെ കഴിയും? ഒരു ചലിക്കുന്ന ഒബ്ജക്റ്റിനെ നിർത്താൻ കഴിയും, റെസ്റ്റിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ മോഷനിലാക്കാൻ നമുക്ക് കഴിയും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ, നമുക്ക് അതിൻ്റെ ഗതി നിർണ്ണയിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ട് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള മോഷൻ എന്താണ്? ചലനം എന്തെന്നുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ മോഷന് നമുക്ക് ഒരു 3 എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഷാർപ്പൻ എ പെൻസിൽ വിത്ത് എ ഷാർപ്പനർ, അതായത് ഒരു ഷാർപ്പനർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു പെൻസിൽ ഷാർപ്പൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പെൻസിൽ നമ്മൾ ഷാർപ്പൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മൾ പെൻസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോമ്പസിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ അടിസ്ഥാനമാക്കി എടുക്കുന്നത് നമ്മുടെ പെൻസിലാണ്. പെൻസിലെന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പസിന് ചുറ്റും കറങ്ങുകയാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സർക്കുലറായിട്ട് നമ്മുടെ പെൻസിൽ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കണ്ടീഷനൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ഷാർപ്പൻ എ പെൻസിൽ വിത്ത് എ ഷാർപ്പനർ, draw a circle with a pencil fixed in a compass, draw a straight line using a pencil and a scale. അപ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 3 കാര്യത്തിലൂടെ നമുക്ക് 3 തരത്തിലുള്ള മോഷനാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് പിന്നെ എന്താണ് ചോദിച്ചിരുന്നത് നോക്കാം. ഹൗ വാസ് ദ മോഷൻ ഓഫ് ദ പെൻസിൽ ഇൻ ഈച്ച് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് 3 തരത്തിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നമുക്ക് തന്ന 3 കണ്ടീഷനിലും പല രീതിയിലാണ് പെൻസിൽ മൂവ് ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പെൻസിൽ മൂവ് ചെയ്തതെന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ നമുക്ക് പെൻസിൽ എങ്ങനെയാണ് മൂവ് ചെയ്തത്? പെൻസിൽ റൊട്ടേഷനാണ് ചെയ്തത്. അപ്പോൾ അതായത് ഒരു സ്ഥലത്തിരുന്ന് പെൻസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ പെൻസിൽ കോമ്പസിന് ചുറ്റും കറങ്ങുക, അതായത് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. മൂന്നാമത്തെ കാര്യം പറയുമ്പോഴോ പെൻസിൽ സ്കെയിലിനോടൊപ്പം സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തു. അതുകൊണ്ടാണല്ലോ നമുക്കവിടെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്. അപ്പോൾ സ്കെയിലിനോടൊപ്പം സ്ട്രെയിറ്റ് ലൈനിൽ പെൻസിൽ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് എഴുതണം? പെൻസിൽ റൊട്ടേറ്റ് രീതിയിൽ മൂവ് ചെയ്തു. രണ്ടാമത്തെ കാര്യം പെൻസിൽ സർക്കുലർ രീതിയിൽ മൂവ് ചെയ്തു. മൂന്നാമത്തെ കാര്യം പെൻസിൽ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്തു. അപ്പോൾ 3 കാര്യത്തിൽ നമ്മളെ പെൻസിലിൻ്റെ കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. പെൻസിലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആൻസർ എഴുതാൻ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരീക്ഷയ്ക്ക് ഇതേപോലെ ചോദ്യം വരുമ്പോൾ ആദ്യം ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ പെൻസിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻസിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആൻസർ എഴുതുക. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് ചിത്രങ്ങളാണ്. കുറച്ച് ചിത്രങ്ങൾ നമുക്ക് ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ സ്വിർലിംഗ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ്, അതായത് നമ്മൾ കല്ല് നൂലിൽ കെട്ടി നമ്മൾ കറക്കുകയാണ്.
അപ്പോൾ ഇവിടെ ഒരു കുട്ടി പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോണിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോൺ ഏത് രീതിയിലാണ് കറങ്ങുന്നത്? സർക്കുലാർ പാത്തിൽ. അതായത് കുട്ടി കറക്കുന്നതനുസരിച്ച് സ്റ്റോണ് സർക്കുലാർ പാത്തിലാണ് അത് കറങ്ങുന്നത്. എ റൊട്ടേറ്റിംഗ് ടോപ്പ്, അതായത് നമ്മുടെ പമ്പരം കറങ്ങുന്നത്. പമ്പരം എങ്ങനെയാണ് കറങ്ങുന്നത്? പമ്പരം റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റേതായ ഒരു അച്ചുതണ്ടിൽ അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം നോക്കുകയാണല്ലോ, എ റൈപ്പ് മാംഗോ ഫാളിംഗ് ഡൗൺ, അതായത് ഒരു പഴുത്ത മാങ്ങ താഴോട്ട് വന്ന് വീഴുകയാണ്. അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേറ്റിംഗ്, അതായത് കാറിൻ്റെ ഒരു ചക്രം അത് വീലെടുക്കുമ്പോൾ അതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അത് റൊട്ടേറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ലിഫ്റ്റ് ഗോയിങ് അപ്പ്, അതായത് നമ്മുടെ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് മോഷൻ തന്നിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലാർ പാത്ത്. ശ്രദ്ധിച്ച് വായിക്കുക, ട്രെയിൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ സ്ട്രെയിറ്റ് മോഷൻ, അല്ലാതെ സർക്കുലാർ പാത്തിലാണ് ഇവിടെ ട്രെയിൻ പോകുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സർക്കുലാർ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ സർക്കുലാർ രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ കുട്ടി കല്ല് കറക്കുന്നു, രണ്ടാമത്തെ കണ്ടീഷനിൽ പമ്പരം കറക്കുന്നു, മൂന്നാമത്തത് നമ്മുടെ പഴുത്ത മാങ്ങ താഴെ വന്ന് വീഴുന്നു, നാലാമത്തത് നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നു, അഞ്ചാമത്തത് നമ്മുടെ ലിഫ്റ്റ് പോകുന്നു, ആറാമത്തത് നമ്മുടെ ട്രെയിൻ സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഗ്രൂപ്പ് ദ സിമിലർ വൺസ്, add more example to each group and write them down in the science diary. അപ്പോൾ ഈ കാര്യമൊക്കെ എടുത്ത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഏത് കാര്യമൊക്കെ? ഗ്രൂപ്പ് ദ സിമിലർ വൺസ്, അതായത് നമുക്ക് താഴെ ഒന്ന് വായിച്ചു നോക്കാം. ദോസ് റിസംബ്ലിങ് ദ ആക്ഷൻ ഓഫ് ഷാർപ്പനിങ് ദ പെൻസിൽ യൂസിങ് എ ഷാർപ്പനർ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് ഷാർപ്പനിങ് എ പെൻസിൽ യൂസിങ് എ ഷാർപ്പനർ എന്നുള്ളത്. അപ്പോൾ നമ്മളെ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ അവിടെ പറഞ്ഞു റൊട്ടേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ പെൻസിൽ കറങ്ങുന്നത്. അപ്പോൾ ആ മോഷൻ അടിസ്ഥാനപ്പെടുത്തി റിസംബ്ലിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതുപോലുള്ള മോഷൻ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുക. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്, അത് അതിലുള്ളതാണ്, അത് അവർ തന്നെ തന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെയുണ്ട്? അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിലിനി നമ്മുടെ സ്റ്റോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് സർക്കുലാർ പാത്തിലാണ്. റൊട്ടേറ്റിംഗ് എ ടോപ്പ് അത് അവർ തന്നു. ഇനി ഏതാണുള്ളത്? നമ്മുടെ മാങ്ങ വീഴുന്ന കാര്യം, അത് റൊട്ടേഷൻ അല്ല. ഇനിയുള്ളതാണ് ദ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേറ്റിംഗ്, അതായത് നമ്മുടെ വണ്ടിയുടെ ചക്രം കറങ്ങുന്നത്, നമ്മുടെ വണ്ടിയുടെ വീല് കറങ്ങുന്നത് റൊട്ടേഷൻ മോഷനിലാണ്. അപ്പോൾ അതൊരു ആക്സിസിലാണ് നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഏതാണ്? ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ എന്ന് പറയാനായിട്ട് ഇവിടെ വേറെ മോഷനൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള വേറെ എക്സാമ്പിളുകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത്. ആഡ് മോർ എക്സാമ്പിൾ ടു ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അധികം എക്സാമ്പിളുകൾ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ദോസ് റിസംബ്ലിങ് ദ ആക്ഷൻ ഓഫ് ഡ്രോയിങ് എ സർക്കിൾ യൂസിങ് പെൻസിൽ ഫിറ്റഡ് ഇൻ എ കോമ്പസ്. അതായത് നമ്മുടെ പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ സർക്കുലാർ പാത്തിലാണ് നമ്മളത് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ റിസംബ്ലിങ്, അതിന് അനുയോജ്യമായി നിൽക്കുന്ന വേറെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? സ്വിർലിംഗ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ്, അതായത് നമ്മുടെ റോപ്പിൽ കെട്ടിയ സ്റ്റോൺ കറക്കുന്ന കാര്യം, അതൊന്ന് അതിലെഴുതി. ഇനി ഏതൊക്കെയാണുള്ളത്? ഇനി നമുക്ക് നോക്കാം. നമ്മുടെ സർക്കുലാർ മോഷൻ ഇത് എഴുതി. പിന്നെ നമ്മളെ റൊട്ടേറ്റിംഗ് ടോപ്പ്, ഇത് നമ്മൾ നേരത്തെ നമ്മുടെ റൊട്ടേറ്റിംഗ്, അതായത് നമ്മുടെ പെൻസിൽ നമ്മുടെ ഷാർപ്പനർ റൊട്ടേറ്റ് ചെയ്യുന്ന അതിലെഴുതി. അപ്പോൾ ഇത് എഴുതാനൊക്കില്ല. പിന്നെ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു. എക്സാമ്പിൾ തന്നെ തന്നിട്ടുണ്ട് സർക്കുലാർ പാത്തിൽ ട്രെയിൻ മൂവ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഇതവിടെ എഴുതാം. അതായത് നമുക്ക് എന്തെഴുതാം? ദ ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലാർ പാത്ത്. ഇനി നമുക്ക് ദോസ് റിസംബ്ലിങ് ദ ആക്ഷൻ ഓഫ് ഡ്രോയിങ് എ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് എ പെൻസിൽ ആൻഡ് എ സ്കെയിൽ, അതായത് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചും പെൻസിൽ ഉപയോഗിച്ചും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനനുയോജ്യമായി, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കുന്ന ഏതൊക്കെ കാര്യമുണ്ട്? നമ്മുടെ മാവിൽ നിന്ന് മാങ്ങ വീഴുന്ന കാര്യം, അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, മേളിൽ നിന്ന് താഴോട്ട് ഡയറക്റ്റായിട്ട് വന്ന് വീഴുകയാണ്. രണ്ടാമത് നമുക്ക് എന്തെഴുതാം? ലിഫ്റ്റ് ഗോയിങ് അപ്പ്. ലിഫ്റ്റ് മുകളിലോട്ടും താഴോട്ടും ഒരേ രീതിയിലല്ലേ പോകുന്നത്, അല്ലാതെ വളഞ്ഞു പൊളഞ്ഞൊന്നും പോകില്ലല്ലോ. അപ്പോൾ ലിഫ്റ്റ് ഗോയിങ് അപ്പ് നമുക്ക് ഇതിലെഴുതാം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ എഴുതിയത് റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്, നമ്മുടെ പമ്പരം കറങ്ങുന്നതും, അതുപോലെ തന്നെ എ വീൽ ഓഫ് വെഹിക്കിൾ റൊട്ടേറ്റിംഗ്, നമ്മുടെ വെഹിക്കിളിൻ്റെ വീൽ കറങ്ങുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ എഴുതിയത് നമ്മുടെ കുട്ടി സ്റ്റോൺ കറക്കുന്നതും. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലാർ പാത്ത്.
മൂന്നാമത്തെന്ന് പറയുമ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങ വന്ന് വീഴുന്നത് നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് എഴുതി. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മുടെ ലിഫ്റ്റ് ഗോയിങ് അപ്പ് ആയിരുന്നാലും ഡൗൺ ആയിരുന്നാലും സ്ട്രെയിറ്റ് മോഷൻ ആണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ ഈ ടേബിൾ ഫില്ല് ചെയ്യുക, നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത് എന്താണെന്ന് നോക്കാം. അടുത്ത് നമുക്കൊരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്, അതായത് ഒരു വിവരണം. എന്താണെന്ന് നോക്കാം. ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ലീനിയർ മോഷൻ. അപ്പോൾ ഇവിടെ ലീനിയർ മോഷൻ എന്താണെന്നാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ലീനിയർ മോഷൻ, ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് നേരെ സഞ്ചരിക്കുന്നവ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നതിനെ നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയും. രണ്ടാമത്, ദ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് റൊട്ടേഷൻ. അതായത് രണ്ടാമത് പറയുന്ന മോഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മോഷനാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അതിൻ്റെ തന്നെ അച്ചുതണ്ടിൽ അത് കറങ്ങുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? റൊട്ടേഷൻ എന്ന് പറയും. ദ മോഷൻ അലോങ് എ സർക്കുലാർ പാത്ത് ഈസ് കാൾഡ് സർക്കുലാർ മോഷൻ. ആ മോഷൻ സർക്കുലാർ പാത്തിലാണെങ്കിൽ, സർക്കുലാർ എന്നുള്ള രീതിയിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് സർക്കുലാർ മോഷൻ. വളരെ സിമ്പിളായിട്ടുള്ള 3 മോഷനാണ് നമ്മൾ പഠിച്ചത്. ലീനിയർ മോഷൻ, റൊട്ടേഷൻ മോഷൻ, സർക്കുലാർ മോഷൻ. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നത്. നമ്മുടെ മാങ്ങ വന്ന് വീഴുന്ന സ്ട്രെയിറ്റ് ലൈനിലാണല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണല്ലോ. മൂന്നാമത് വേറെന്താണ് നമ്മൾ പഠിച്ചത്? അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റ് ഗോയിങ് അപ്പ്. അപ്പോൾ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതെല്ലാം ലീനിയർ മോഷൻ. ഇനി രണ്ടാമത്തത് നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിസിൽ, അതിൻ്റെ തന്നെ അച്ചുതണ്ടിൽ അത് കറങ്ങുന്നതിനെ നമ്മൾ റൊട്ടേഷൻ മോഷൻ എന്ന് പറയും. റൊട്ടേഷൻ മോഷന് നമ്മൾ ടോപ്പ് റൊട്ടേറ്റിംഗ്. ടോപ്പ് എന്താണ്? നമ്മുടെ പമ്പരത്തിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ടോപ്പ് എന്ന്. അപ്പോൾ ടോപ്പ് റൊട്ടേറ്റിംഗ് എന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ നമ്മുടെ വീല് റൊട്ടേറ്റിംഗ് പഠിച്ചു. പിന്നെ നമ്മുടെ പെൻസിൽ നമ്മുടെ ഷാർപ്പറിൻ്റെ അകത്ത് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിൽ നമ്മൾ ഷാർപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അത് 3 അവിടുത്തെ എക്സാമ്പിൾ. ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ സർക്കുലാർ മോഷന്, നമ്മുടെ സർക്കുലാർ മൂവിങ് അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ നമ്മൾ എന്തൊക്കെയാണ് എക്സാമ്പിളായിട്ട് പഠിച്ചത്? നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്നത് സർക്കുലാർ പാത്തിൽ ട്രെയിൻ മൂവ് ചെയ്താൽ അത് സർക്കുലാർ മോഷൻ. പിന്നെ നമ്മുടെ സ്വിർലിംഗ് ഓഫ് എ സ്റ്റോൺ, അതായത് നമ്മുടെ ഒരു കുട്ടി നമ്മുടെ സ്റ്റോണ് കയറ് കെട്ടിയിട്ട് കറക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പസും പെൻസിലും ഉപയോഗിച്ച് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? സർക്കുലാർ മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ 3 തരത്തിലുള്ള മോഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മോഷൻ ലൈക്ക് ദീസ് 2, ഇതുപോലുള്ള വേറെ മോഷനുകൾ. മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്, മോഷൻ ഓഫ് എ സ്വിംഗ്, മോഷൻ ഓഫ് എ ഹാങ്ങിങ് ലാമ്പ്. ഇത് 3 തരത്തിലുള്ള കണ്ടീഷൻ, അതായത് സെയിം ആയിട്ടുള്ള ഒരേപോലുള്ള 3 തരത്തിലുള്ള കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്കൊരു വിളക്കിൻ്റെ, ഒരു തൂക്ക് വിളക്കിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എ, ബി, സി എന്ന് 3 ഭാഗം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം സി എന്നുള്ള ഭാഗത്തിലാണ് വിളക്ക് എന്ത് ചെയ്യുന്നത്? നോർമലായിട്ട് തൂക്കി നിൽക്കുന്നത്. അതായത് നോർമലായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സി എന്നുള്ള മീൻ പൊസിഷനിലാണ്. നമുക്കതിന് എന്തെന്ന് പറയാം? മീൻ പൊസിഷൻ. ഇനി അടുത്ത്, അതായത് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളൊന്ന് ഫോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ആട്ടി വിടുകയാണ്. അപ്പോൾ ആട്ടി വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സിയിൽ നിന്നത് എയിലേക്ക് പോകും. ഇനി എയിൽ നിന്ന് സിയിലേക്ക് തിരിച്ച് വന്ന് അത് ബിയിലേക്ക് പോകും. ബിയിൽ നിന്ന് തിരിച്ച് സിയിലേക്ക്, പിന്നെ എയിലേക്ക്, പിന്നെ എയിൽ നിന്ന് സിയിലേക്ക് ബിയിലേക്ക്. അങ്ങനെയാണല്ലോ അതിൻ്റെ മോഷൻ നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടു ആൻഡ് ഫ്രോ മോഷൻ. ഇവിടെ വായിച്ചു നോക്കുക. ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് എ മീൻ പൊസിഷൻ ഈസ് കാൾഡ് ഓസിലേഷൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഓസിലേഷൻ്റെ എക്സാമ്പിളാണ്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനാണ്. അതായത് ഒരു മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ ഓസിലേഷൻ എന്ന് പറയാം. ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം മീൻ പൊസിഷനിൽ അടിസ്ഥാനപ്പെടുത്തി അത് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഓസിലേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്, ഇപ്പോൾ ക്ലോക്കിൻ്റെ പെൻഡുലം നമുക്കറിയാം, അത് ടു ആൻഡ് ഫ്രോ മോഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമതെന്ന് പറയുമ്പോൾ സ്വിംഗ്, മൂന്നാമത്തെ നമുക്ക് ഹാങ്ങിങ് ലാമ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഓസിലേഷൻ എന്നുള്ള കാര്യം ഡെഫിനിഷൻ പഠിക്കുക. അപ്പോൾ എത്ര തരം മോഷനായി? നമ്മുടെ റൊട്ടേഷനായി, ലീനിയറായി, സർക്കുലറായി, ഓസിലേഷനായി. അപ്പോൾ അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കുക, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ലീനിയർ, അത് മറന്നു പോയത്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ലീനിയറാണ്. അപ്പോൾ ഇനി നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ഒരു ചോദ്യമാണ്, ഈസ് ദ മോഷൻ ഓഫ് ദ വൈപ്പർ ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഓസിലേഷൻ? അതായത് നമ്മുടെ വണ്ടിയുടെ വൈപ്പർ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഓസിലേഷനായിട്ട് കണക്ക് കൂട്ടാമോ?
അപ്പോൾ ഹസീബാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഡിസ്കസ് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ ചോദ്യം വിലയിരുത്താനാണ് പറയുന്നത്. ഈസ് ഇറ്റ് എ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, അത് ഒരു മീൻ പൊസിഷൻ അടിസ്ഥാനപ്പെടുത്തി ആണോ അത് വർക്ക് ചെയ്യുന്നത്, അതായത് മീൻ പൊസിഷൻ അടിസ്ഥാനപ്പെടുത്തിയാണോ അത് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ മീൻ പൊസിഷൻ അത് എന്തായിരുന്നാലും നമ്മുടെ വൈപ്പറിനും ഉണ്ട്. രണ്ടാമത്, ഡസ് ഇറ്റ് മൂവ്സ് ടു ബോത്ത് സൈഡ്, അതായത് രണ്ട് സൈഡിലേക്കും ഇരുവശത്തേക്കും അത് മൂവ് ചെയ്യുന്നുണ്ടോ. അതായത് നമുക്കറിയാം നമ്മുടെ വൈപ്പർ എങ്ങനെയാണ് ഇരുവശത്തേക്ക് മൂവ് ചെയ്താണ് അത് നമ്മുടെ കണ്ണാടി അല്ലെങ്കിൽ നമ്മുടെ മിറർ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇരുവശത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്നുമുണ്ട്, അതിനൊരു മീൻ പൊസിഷനും ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, അത് ഒരു ഓസിലേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താണ് നോക്കാം, ഓസിലേഷൻ ലൈക്ക് ദീസ് ടു, ഇതുപോലുള്ള വേറെ. അപ്പം വേറെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡു ദ ഫോളോയിങ് ഓഫ് ആക്ടിവിറ്റീസ്, ബീറ്റ് വൺ ഓഫ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് ബീറ്റ് എ റബ്ബർ ഹാമർ. അതായത് നമുക്ക് ഇതാണ് നമ്മൾ പറഞ്ഞ എക്സ്പെരിമെൻറ്റ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക് അറിയാമല്ലോ, ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പോൾ ഈ കാണുന്ന ട്യൂണിംഗ് ഫോർക്ക് അറിഞ്ഞിടാത്തവർ നോക്കിയാൽ മതി, ഇതാ ഈ കാണുന്നതാണ് ട്യൂണിംഗ് ഫോർക്ക്. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എക്സ്പെരിമെൻ്റ് ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് അറിഞ്ഞിടാത്തവർ അത് പോയി കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ അകത്ത് നമ്മൾ റബ്ബർ ഹാമർ വെച്ചുകൊണ്ട് നമ്മൾ അതിൽ അടിക്കും. അപ്പോൾ അതിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ചെവിയിൽ വെച്ച് നോക്കിയാൽ നമുക്കൊരു ശബ്ദം അറിയാം. അപ്പോൾ അത് വിടുക. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എക്സ്പെരിമെൻ്റ് ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം. രണ്ടാമത്തെ കാര്യം നോക്കാം, ടാപ്പ് എ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് യൂസിങ് എ ഫിംഗർ. അപ്പോൾ ഇതുപോലെയുള്ള റബ്ബർ ബാൻഡ് നമ്മൾ കൈ വെച്ച് നമ്മൾ കളിച്ചിട്ടുള്ളതാണല്ലോ, അതിൽ നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ചിട്ട് വിട്ടു കൊടുക്കുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. പ്ലേസ് എ മെറ്റൽ സ്കെയിൽ ഓൺ ദ ടേബിൾ ഇൻ സച്ച് എ വേ ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ് പ്രൊജക്ട്സ് ഔട്ട് ആൻഡ് ടാപ്പ് ദിസ് എൻഡ് യൂസിങ് യുവർ ഫിംഗേഴ്സ്. അതായത് ഈ പടത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഒരു മെറ്റൽ സ്കെയിൽ, അതായത് നമ്മൾ സ്റ്റീൽ സ്കെയിൽ എന്ന് പറയുമല്ലോ, സ്റ്റീലിൻ്റെ സ്കെയിൽ എടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഒരു മറ്റേ കൈ കൊണ്ട്, ഒരു കൈ കൊണ്ട് നമ്മൾ സ്കെയിലിനെ പിടിച്ചിരിക്കണം, മറു കൈ കൊണ്ട് നമ്മൾ സ്കെയിലിങ്ങനെ അടിച്ചു കൊടുക്കുക. അത് നമ്മൾ സ്കെയിലിനെ പിടിച്ചില്ലെങ്കിൽ അത് നേരെ നമ്മുടെ മുഖത്ത് തന്നെ വന്നടിക്കും. അപ്പോൾ നമ്മൾ സ്കെയിൽ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറു കൈ കൊണ്ടൊന്ന് തട്ടി വിടുക. അപ്പോൾ എന്താണ് നടക്കുന്നത്, ഈ കാണുന്നത് പോലെ നമുക്ക് അവിടെ ഒരു മോഷൻ കാണാം, അതായത് ഒരു വൈബ്രേഷൻ. നമ്മളെപ്പോഴും പറയും അവിടെ ഒരു വൈബ്രേഷൻ നടന്നു, ഇവിടെ ഒരു വൈബ്രേഷൻ നടന്നു. ഇപ്പോൾ കൈ എവിടെയെങ്കിലും കയറി ഇടിക്കുകയാണെങ്കിൽ നമ്മൾ പറയും കയ്യിലൂടെ ഒരു വൈബ്രേഷൻ അങ്ങ് കയറിപ്പോയെന്ന് പറയും. അപ്പോൾ ഈ പറയുന്നതിലൂടെയൊക്കെ എന്താണ് ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിളിലും നമുക്ക് വൈബ്രേഷൻ എന്തെന്ന് കാണാൻ കഴിയും. ദ ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റെഫേർഡ് ടു ആസ് വൈബ്രേഷൻ. നമ്മൾ വൈബ്രേഷൻ എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. വൈബ്രേഷൻ്റെ ഒരു ഡെഫിനിഷനാണ് ദ ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റെഫേർഡ് ടു ആസ് വൈബ്രേഷൻ. സ്പീഡിലുള്ള ഓസിലേഷനുകളെ നമ്മൾ എന്തെന്ന് അറിയപ്പെടും, വൈബ്രേഷൻ എന്ന് അറിയപ്പെടും. ഇനി നമ്മൾ താഴെ തന്നിരിക്കുന്നു പറഞ്ഞാൽ വൈബ്രേഷൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻറ്റ്, അപ്പോൾ എന്താണ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ച് നോക്കുക. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കുക. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഒരു പി ഉണ്ടാക്കുക. പി എന്തെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു പി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തൂടെ ശബ്ദം ഉണ്ടാക്കി നോക്കുന്നതാണ് നമ്മുടെ വൈബ്രേഷൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളൊരു PVC പൈപ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അതിൻ്റെ മണ്ടയിൽ നമ്മളൊരു ബലൂണൊക്കെ വെച്ച് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൂടെ നമ്മുടെ ഒരു പേനയുടെ ഭാഗം വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഊതാൻ വേണ്ടിയാണ്. അപ്പോൾ empty case of a pen, അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പേനയുടെ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ പേനയ്ക്കകത്തൂടെ ഊതുക. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാം, നമ്മളിവിടെ ടോയിനൊക്കെ നമ്മൾ സെലോ ടൈപ്പ് വഴി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോയിൻ വലിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഊതുന്ന സമയത്ത് കാറ്റ് ഇതിൻ്റെ അകത്തൂടെ പോയി അകത്തൊരു വൈബ്രേഷൻ അത് സൃഷ്ടിക്കും. അപ്പോൾ ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നതിലൂടെ നമുക്ക് പുറത്തേക്കൊരു സൗണ്ട് കേൾക്കാം. ഇതുവഴി നമുക്കൊരു സൗണ്ട് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വൈബ്രേഷൻ്റെ ഒരു എക്സാമ്പിൾ. വേറെ ഒന്നുമില്ല, നമ്മുടെ പിക്കകത്ത് നടക്കുന്നതും ഇതുപോലുള്ളൊരു വൈബ്രേഷനാണ്. നമ്മുടെ സൗണ്ട് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ നടന്നാണ് നമുക്ക് എന്ത് കേൾക്കാൻ കഴിയുന്നത്, നമുക്കൊരു ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നത്. നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പരമാവധി ശേഖരിച്ച് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഡൗട്ട് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനോടൊപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്.